ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പലാസോ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. അതിനായിട്ട് നമ്മളിവിടെ മാർക്കെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോ നേരത്തെ ഓൺ ആക്കിയിരുന്നത് എന്തോ ഓഫായിപ്പോയി, അതുകൊണ്ടൊന്നും കിട്ടിയില്ല. ഞാനിപ്പോൾ എല്ലാ അളവുകളും എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്നും പറയാവേ. നമുക്കിപ്പം ഫുൾ ലെങ്ത് വരണത് ഇപ്പോൾ 2 മെഷർമെൻറ്റ് മതി നമുക്കൊരു പലാസോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഫുൾ ലെങ്തും ഹിപ്പിൻ്റെ അളവ് മാത്രം മതിയേ. നമുക്കിപ്പം ഫുൾ ലെങ്ത് വരുന്നത് ഒരു 35ഉം ഹിപ്പ് വരുന്നത് ഒരു 37ഉമാണ് വരുന്നത്. അപ്പോൾ 37ൻ്റെ 4 പ്ലസ് ലൂസ് കൂടിയും കൂട്ടി പലാസോ ഫുൾ ഇലാസ്റ്റിക് ഇട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 3 ഇഞ്ച് ലൂസ് കൂടിയും കൂട്ടി ഞാനിവിടെ ഒരു 13 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഹിപ്പ് 13 ഇഞ്ചാണ് ഇട്ടേക്കുന്നത്. ഫസ്റ്റ് നമ്മളിവിടുത്തെ ഇലാസ്റ്റിക് ഇടാനുള്ള പടിയുടെ അളവാണ് എടുക്കുന്നത്. അതൊരു ഇലാസ്റ്റിക്കിൻ്റെ വീതിയുടെ ഇതനുസരിച്ചിട്ട് വേണം നമ്മൾ മുകളിൽ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനൊരു 2.5 വെച്ചിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. അതിനുശേഷം ഈ 2.5 വരച്ചതിൻ്റെ താഴേന്ന് വേണം നമ്മൾ ക്രോച്ച് അളക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു പലാസോ ആയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ലൂസായിട്ട് കിടക്കാൻ വേണ്ടി ഒരു 13 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഹിപ്പിൻ്റെ അളവാണെങ്കിൽ നമ്മളിവിടെ 13 എടുത്തേക്കുന്നത്. ഫുൾ ഇലാസ്റ്റിക് ആയതുകൊണ്ട് കുറച്ചുകൂടി ലൂസ് കൂട്ടിയിട്ട്, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു 2 ലൂസ് ഇട്ടാൽ മതിയാവും, തയ്യൽ തുമ്പും എല്ലാം കൂടി ആയിട്ട് കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഈ ക്രോച്ചിൻ്റെ അളവെടുത്തേക്കുന്നതിൻ്റെ അവിടെയും 13 അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ അളവിൽ നിന്ന് നമ്മളൊരു 2.25 ഇങ്ങോട്ടേക്ക് അളന്ന് ഇവിടെ വരയ്ക്കണേ. എന്നിട്ട് നമ്മളതൊരു ബോക്സ് പോലെ ആക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ക്രോച്ച് അടയാളപ്പെടുത്തുന്നത് നമുക്ക് കൈകൊണ്ട് വരയ്ക്കാമെങ്കിൽ ഒരു ഷേപ്പ് അങ്ങ് വരച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു 1.5 അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഒന്നെങ്കിൽ നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെയാണെങ്കിൽ ഇങ്ങനൊരു ഷേപ്പ് വരച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ 2.5 അടയാളപ്പെടുത്തിയതിൻ്റെ താഴെ എല്ലാം ഈ 2.5 വിട്ടിട്ട് നമ്മൾ താഴോട്ടുള്ള ഇറക്കവും ഈ ക്രോച്ചും എല്ലാം എടുക്കാവുള്ളേ. നമ്മളത് മടക്കി അടിക്കുന്നതായതുകൊണ്ട് ആ അളവ് അതിൽ കൂട്ടരുത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് താഴോട്ടുള്ള ഫുൾ ലെങ്ത് എടുക്കുക. അപ്പോൾ നമ്മളത് കറക്റ്റ് എടുക്കുക. 35 നമുക്ക് താഴെ മടക്കി അടിക്കാനുള്ള എത്രയാണോ, പലാസോ ആയതുകൊണ്ട് ഞാൻ അധികം വീതിക്ക് മടക്കുന്നില്ല, 1.5 ഇഞ്ച് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കും. നമ്മളിവിടെ ലൂസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം വേണോ അത്രത്തോളം കൊടുക്കാവേ. ഇവിടെ ഞാനിപ്പോൾ ഒരു 12.5 1 ഇഞ്ച് 1.25 ഇഞ്ച് തയ്യൽ തുമ്പാണ് കൊടുത്തേക്കുന്നത്. അപ്പം ടോട്ടൽ വരുന്നത് ഒരു 13.25 വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ക്രോച്ചിൻ്റെ അവിടെ നിന്ന് കൈ വെച്ചിട്ടോ സ്കെയിൽ വെച്ചിട്ടോ ഇങ്ങനൊരു ലൈൻ വരച്ച് കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പലാസോയുടെ കട്ടിങ്. വളരെ സിമ്പിളാണ്. ഇതിലും എളുപ്പമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ മാർക്കിങ്ങിൽ കൂടെ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാവേ. നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി നോക്കാവേ. ആദ്യമായിട്ട് നമ്മൾ അടിക്കുന്നത് ക്രോച്ചേരിയാണ്. ക്രോച്ചേരിയെ നല്ല വശവും ചേർത്ത് വെച്ചതിന് ശേഷം അത് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. 2 കാലം അങ്ങനെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഈ 2 അടിപ്പ് വീതം എല്ലാത്തിനും കൊടുക്കണേ. ക്രോച്ചേരിയൊക്കെ അധികം വിട്ടു പോകുന്ന ഭാഗങ്ങൾ, അതുകൊണ്ട് ഈ 2 അടിപ്പ് വീതം കൊടുക്കണം. അതിനുശേഷം ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും സെൻറ്ററും ചേർത്ത് വെച്ചതിന് ശേഷം 2 കാലിൻ്റെയും സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. പറ്റുന്നുണ്ടെങ്കിൽ ലോക്ക് കൂടിയും ചെയ്ത് കൊടുക്കണം. നൂലൊക്കെ പോകുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ ഉറപ്പായിട്ട് ലോക്ക് ചെയ്യണം. ഞാനിവിടെ നമ്മൾ ലോക്ക് കൂടിയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക് ഇടുന്ന ഭാഗം മടക്കി അടിക്കുകയോ ചെയ്യുന്നത്. അപ്പം 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഒരു 1.25 വെച്ചിട്ടാണ് ഞാൻ മടക്കാറ്. 1 ഇഞ്ച് തന്നെ കൃത്യം മടക്കുമ്പോൾ നമുക്ക് ഇലാസ്റ്റിക് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാനൊരു 1.25 വെച്ചിട്ട് മടക്കിയിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് ഇപ്പോൾ ഇടുന്നത്. അപ്പം ഞാൻ ഇത് അടിച്ചതിന് ശേഷം പിന്നെ ഉപയോഗിച്ച് ഇലാസ്റ്റിക് കയറ്റി അടിക്കുക ചെയ്യുന്നത്. ചിലർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് ഇലാസ്റ്റിക് വെച്ച് തന്നെ അത് അടിച്ചെടുക്കാറുണ്ട്. അപ്പോൾ അടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ വലിച്ച് പിടിച്ചൊക്കെ അടിക്കണം. ഇലാസ്റ്റിക്കിൽ അടിപ്പൂടിയും കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കത് അഴിച്ചൊക്കെ എടുക്കണം. അത് പിന്നെ പണിയാണ്. അതുകൊണ്ട് ഞാൻ അടിച്ചെടുത്തതിന് ശേഷം പിന്നെ ഉപയോഗിച്ച് കയറ്റിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ആ അടിപ്പ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഒരു പിന്ന് ഉപയോഗിച്ച് നമ്മൾ ഇലാസ്റ്റിക് എടുക്കുക. ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എങ്ങനെ എടുക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ വണ്ണത്തിനേക്കാൾ 2-3 ഇഞ്ച് കുറവ് വേണം ഇലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അധികം വലിയുന്ന ഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കൂടി കുറച്ചേ വണ്ണത്തിനേക്കാളും കുറച്ചിട്ടേ ഇലാസ്റ്റിക്കിന് നീളം എടുക്കാവുള്ളൂ. ഇപ്പോൾ എൻ്റെ ഇവിടുത്തെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഒരു 37 ആണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 35 അല്ലെങ്കിൽ 34 ലെങ്തിലാണ് ഇലാസ്റ്റിക് എടുത്തേക്കുന്നത്.
അപ്പം ഇലാസ്റ്റിക് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കെട്ടിയിട്ട് വേണം ഇലാസ്റ്റിക് ജോയിൻ എടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ വിട്ടു പോകരുത്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇലാസ്റ്റിക് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ഗ്യാപ്പ് ഇട്ടത് അടിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഷേപ്പ് ഒന്നും മാർക്ക് ചെയ്യാനില്ല. പലാസോ വണ്ണം നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അടിച്ചെടുക്കാം കേട്ടോ. വേറെ മാർക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല പലാസോ ആയതുകൊണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിതിപ്പോൾ വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നമ്മളിത് ഇട്ടിട്ടുള്ള ലുക്ക് ഇതാണ്. അടിപൊളിയല്ലേ? ഷർട്ട് നമ്മൾ തന്നെ ചെയ്തതാണ് കേട്ടോ. അപ്പം ഇതിന് പോക്കറ്റ് കൂടി വെച്ചിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.